നമസ്കാരം. 20th അവറാണ് നിഗൂഢതകളുടെ 20ാം മണിക്കൂർ. നമ്മുടെ രാജ്യത്ത് ദുരഭിമാനക്കുലകൾ ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയധികം ജാഗ്രതയുണ്ടായിട്ടും വീണ്ടും വീണ്ടും നാണിപ്പിക്കും വിധത്തിൽ ദുരഭിമാനക്കുലകൾ ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഒരു കുട്ടി റാഗിംഗ് അത് നിരോധിച്ചതാണ്. പക്ഷേ ജീവനൊടുക്കിയ ഒരു +1 വിദ്യാർത്ഥിനി, അവളുടെ മരണകാരണം റാഗിംഗ് ആണെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ആ കുടുംബം. എന്താണ് അതിലെ യാഥാർത്ഥ്യം? വിശദമായി നോക്കാം. സ്വാഗതം ഒരിക്കൽ കൂടി. വീണ്ടും ദുരഭിമാനക്കൊല. കമിതാക്കളെ കെട്ടിയിട്ട് വെട്ടിക്കൊന്നു. അതിനുശേഷം മൃതദേഹം കുഴിച്ചുമൂടി. യുവതിയുടെ സഹോദരന്മാർ അറസ്റ്റിൽ. ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് രാജ്യത്തെ ഞെട്ടിച്ച ഈ സംഭവം. കമിതാക്കളായ മുസ്ലിം യുവാവിനെയും ഹിന്ദു യുവതിയെയും കെട്ടിയിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. യുവതിയുടെ സഹോദരന്മാരാണ് ഈ ക്രൂര കൊലപാതകം നടത്തിയത്. സൗദി അറേബ്യയിൽ പ്രവാസിയായിരുന്ന അർമാൻ, ആ യുവാവിന്റെ പേര് അങ്ങനെയാണ്, കൊല്ലപ്പെട്ടു. അടുത്തിടെയാണ് അർമാൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയതും മൊറാദാബാദിൽ താമസം തുടങ്ങിയതുമൊക്കെ. ഈ സമയത്താണ് കാജൽ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടിയതും പ്രണയത്തിലാകുന്നതും. രണ്ടുപേരുടെയും പ്രണയം അത് യുവതിയുടെ വീട്ടുകാർ അറിഞ്ഞതോടെ പ്രശ്നമായി. യുവാവിനെ അവർ ഭീഷണിപ്പെടുത്തി. തുടർന്ന് വീട്ടുകാരെ അറിയിക്കാതെ ഇവർ രണ്ടുപേരും നാട് വിട്ടു കളഞ്ഞു. അങ്ങനെ അർമാന്റെയും കാജലിന്റെയും വീട്ടുകാർ പോലീസിൽ പരാതി നൽകി, രണ്ടുപേരെയും കാണാനില്ല എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ പോലീസിൽ പരാതി നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ അന്വേഷണം നടക്കുന്നതും ഏറ്റവും ഒടുവിൽ ആ രണ്ടുപേരും കൊല്ലപ്പെട്ടു എന്നറിയുകയും ചെയ്തത്. പോലീസ് പറയുന്നത് കേൾക്കാം. युवक के मिसिंग की कंप्लेंट थाना प्रभारी को प्राप्त हुई, जिसकी जांच की गई और आज सुबह ही एक युवती के मिसिंग की कंप्लेंट उसके परिवार के द्वारा दी गई. इस संबंध में जब गहनता से जांच की गई तो इसमें ये प्रकाश में आया कि युवती के भाइयों के द्वारा दोनों की हत्या कर दी गई है और उसके भाइयों से जब पूछताछ की गई तो उनकी निशानदेही पर दोनों के शवों को बरामद किया गया. ഇരുവരെയും കൊലപ്പെടുത്തിയതായി യുവതിയുടെ സഹോദരന്മാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലവും അവർ പോലീസിന് കാണിച്ചു കൊടുത്തു. ഈ അർമാനും കാജലും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് പക്ഷേ അറിയില്ല എന്ന് തന്നെയാണ് ആ യുവാവിന്റെ ബന്ധുക്കൾ പറയുന്നത്. അവർക്ക് ഒരു തരത്തിലുള്ള സൂചനയും ഇതുവരെ ആ പ്രണയബന്ധത്തെ പറ്റി ലഭിച്ചിരുന്നില്ല എന്ന് അവന്റെ സഹോദരിയും സഹോദരനും സാക്ഷ്യപ്പെടുത്തുന്നു. तो पुलिस बता रही है कि अलग रिलीजन की लड़की के साथ प्रेम प्रसंग था. इन सब की कोई जानकारी आप लोग को पहले? नहीं, सॉरी मैम, मुझे इस जानकारी नहीं. भाई से कभी बात नहीं इस बारे में? नहीं. तो अभी आगे आप लोग क्या चाह रहे हैं? अभी तो हम ऐसे कुछ नहीं चाह रहे हैं, बस जो भी आप देख लेंगे तो बताएंगे और लोग. कुछ का हमें मालूम नहीं था. नहीं मालूम था? नहीं. कभी बातचीत भी नहीं हुई कुछ? अच्छा. और अभी जो अरेस्टिंग की है उससे आप लोग सेटिस्फाइड है? आप लोग ठीक है कि केस सही दिशा में जा रहा है? सही निकाला है. കഴിഞ്ഞ ദിവസം വൈകിട്ട് പോലീസ് ആ മൃതദേഹങ്ങൾ പുറത്തെടുത്തു. കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ 3 സഹോദരന്മാർക്കെതിരെയാണ് കൊലപാതക കുറ്റത്തിന് കേസെടുത്തതായി പോലീസ് അറിയിച്ചത്. 4 വർഷം സൗദിയിൽ പ്രവാസ ജീവിതം നയിച്ച അർമാൻ 3 മാസം മുമ്പാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. എന്തായാലും മറ്റൊരു ദുരഭിമാനക്കൊല കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് എങ്ങനെ ആവർത്തിക്കാതിരിക്കണം എന്നുള്ള ചിന്ത തന്നെയല്ലേ നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ടത്. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ 25-കാരനെ അതിക്രൂരമായി കുത്തിക്കൊന്നു. ആക്രമിച്ചത് 7 അംഗ സംഘമെന്ന് സാക്ഷികൾ. കൊലപാതകത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്.
तो कुछ लड़के आते हैं, कुछ उनमें से जुनेल और कुछ बड़े थे 18 उम्र के। ഡൽഹിയിലെ മംഗോൽപുരി എന്ന പ്രദേശം, അവിടെയാണ് 25 വയസ്സുകാരനായിട്ടുള്ള ആകാശ് അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. ഈ കച്ചോരി വിൽപ്പനക്കാരനാണ് ആകാശ്. 5 പേരെയാണ് ഈ കേസിൽ പോലീസ് പിടികൂടിയത്. ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പിടിയിലായ 5 പേരിൽ 4 പേരും അവർ പ്രായപൂർത്തിയാകാത്തവരാണ് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഘടകം. ഒരു സംഘം ആളുകൾ ചേർന്ന് ആകാശിനെ ഓടിച്ചിട്ട് കുത്തി വീഴ്ത്തി അതിദാരുണമായി കൊല്ലുന്ന ദൃശ്യങ്ങൾ അത് CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട്. തുടരെ കുത്തുന്നത് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ആ CCTV ദൃശ്യങ്ങൾ. പതിമൂന്ന് തവണയിലേറെ ആകാശിന് കുത്തേറ്റിട്ടും കുതറി ഓടാൻ അവൻ ശ്രമിച്ചതാണ്. പക്ഷേ അവർ പിന്നാലെ എത്തി ആകാശിനെ വീണ്ടും കുത്തി. അങ്ങനെ അവൻ കുഴഞ്ഞു വീണു. കൊടും ക്രൂരത കുറേയേറെ പേർ കണ്ടുനിന്നു. പക്ഷേ ഭയം കൊണ്ടാണ് അവർക്ക് ഇടപെടാൻ കഴിയാതെ വന്നത്. CCTV-യിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പ്രതികളിലേക്ക് പെട്ടെന്ന് പോലീസിനെ എത്തിക്കാനിടയാക്കിയത്. വളരെ പെട്ടെന്നുള്ളൊരു ആക്രമണമാണ് ഉണ്ടായതെന്നും വലിയ തോതിൽ ആയുധങ്ങളുടെ ഒരു ശേഖരം ഈ അക്രമി സംഘത്തിന്റെ കൈവശം ഉണ്ടായിരുന്നുവെന്നും പറയുകയാണ് കുനാൽ. ഈ മരിച്ച ആകാശിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അവർ പാർക്കിൽ അവിടെ ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രം നിർമ്മിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. ആകാശും കുനാലുമൊക്കെ ഉൾപ്പെട്ട ഒരു സുഹൃത്ത് സംഘം. ആ സുഹൃത്ത് സംഘത്തിന് നേരെയാണ് വളരെ പെട്ടെന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്നതെന്ന് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുനാൽ പറയുന്നത്. मंदिर बनाने का निर्णय रखा था, तो हम 3 भाई खड़े थे वहाँ पे। तो कुछ लड़के आते हैं, कुछ उनमें से जुनेल और कुछ बड़े थे 18 उम्र के। ये 5-7 लड़के आते हैं। मैं उनसे पूछता हूँ क्या हो गया, तो वो मुझसे कोई जवाब नहीं करते। 2 लड़के हम थे और मेरे साथ, उनसे एकदम आते ही अक्कू जो भाई हैं, जो हमारे नहीं रहे, उनके आते ही और एक जतिन नाम का लड़का, इन दोनों के आते ही ताबड़तोड़ चाकू मारना चालू कर देते हैं ये। उसके बाद ये जैसे ही मैं बोलता हूँ ओए क्या कर रहे हो, तो वो सारे मेरे पीछे भागते हैं। तो मैं अक्कू भाई के जिस टाइम पे 1-2 ही लगे थे, तो मैं उनको लेके पार्क से बाहर निकल रहा था, भागा हूँ, तो उन लड़कों ने मेरे पे भी घुमाने की कोशिश करी. മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ആ സംഘം ആകാശിനെ വിട്ട് ഓടി മറയാൻ ശ്രമിക്കുന്നത്. ഈ കച്ചോരി എന്ന ലഘുഭക്ഷണം വിറ്റ് ജീവിക്കുന്ന ആളാണ്. അത്തരത്തിലൊരു സ്റ്റോളാണ് ആകാശിനുള്ളത്. വൃദ്ധനായിട്ടുള്ള ഒരു അച്ഛനും ആകാശും അവർ 2 പേരും ജോലി ചെയ്ത് നേടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഇപ്പോൾ ആ കുടുംബത്തിന്റെ ഒരു അത്താണിയാണ് ഇല്ലാതായത്. എന്താണെങ്കിലും ഭയം വിട്ടുമാറിയിട്ടില്ല ആ പ്രദേശവാസികളെ സംബന്ധിച്ച് കൺമുന്നിൽ നടന്ന ഞെട്ടിക്കുന്ന സംഭവമാണ്. അതിലൊരു സ്ത്രീ അതിന്റെ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അക്രമം ഇവിടെ പതിവാണെന്ന് പറയുന്നു. അവർ यहाँ तो बहुत असुरक्षित कर रहे हैं, समझ रहे हैं अपने आप को। हम भी हैं, सभी जितने यहाँ रहने वाले हैं, सबों को बहुत डर है चीजों का. മരിച്ച ആകാശും പ്രതികളിൽ ഒരാളും തമ്മിൽ നാളുകൾ മുമ്പുണ്ടായ ഒരു ചെറിയ പ്രശ്നം. ആ പ്രശ്നം വഷളായതാണ് ഈ കൊലപാതകത്തിന്റെ കാരണമെന്നാണ് സൂചന. യഥാർത്ഥ വിവരം അതറിയാനായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എന്നാണെങ്കിലും രാജ്യ തലസ്ഥാനത്തെ നടുക്കിയ സംഭവമാണ്. രാജധാനി വിറങ്ങലിച്ച് നിൽക്കുകയാണ് ആ ക്രൂര കൊലപാതകത്തിൽ. ആ പിടിയിലായവരിൽ 4 പേരും പ്രായപൂർത്തിയാകാത്തവരാണ്. तो कुछ लड़के आते हैं, कुछ उनमें से जुनेल और कुछ बड़े थे 18 उम्र के.
+1 വിദ്യാർത്ഥിനി ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ. സീനിയേഴ്സിന്റെ റാഗിങ്ങിൽ മനം തന്നാണ് കുട്ടി മരിച്ചതെന്ന പിതാവ് നിഷേധിച്ച് സ്കൂൾ അധികൃതർ. എന്താണ് സംഭവിച്ചത്? പാലക്കാട് ഒറ്റപ്പാലത്ത് വരോട് സ്വദേശി 16 വയസ്സുകാരിയായിട്ടുള്ള രുദ്രയെയാണ് രാത്രിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കല്ലേക്കാടുള്ള വ്യാസ വിദ്യാപീഠത്തിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് രുദ്ര. സ്കൂൾ ഹോസ്റ്റലിലാണ് അവൾ താമസിച്ചിരുന്നത്. ആ ഹോസ്റ്റൽ മുറിയിലാണ് മരിച്ച നിലയിൽ രുദ്രയെ കണ്ടെത്തുന്നത്. വരോട് സ്വദേശികളായിട്ടുള്ള രാജേഷിന്റെയും ശ്രീജയുടെയും മകളാണ് രുദ്ര. ഈ രാജേഷ് പുറത്താണ്, വിദേശത്താണ് ജോലി ചെയ്യുന്നത്. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിനെതിരെ ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് രാജേഷും കുടുംബവും. മകൾ മരിച്ചത് അത് സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിംഗ് മൂലമാണ് എന്നാണ് രാജേഷ് ആരോപിക്കുന്നത്. സീനിയർ വിദ്യാർത്ഥികൾ മകളെ മർദ്ദിക്കാൻ ശ്രമിച്ചുവെന്നും ഹോസ്റ്റൽ വാർഡന് എല്ലാം അറിയാമെന്നും അച്ഛൻ പറയുന്നു. ഓരോ തവണ മകൾ വിളിക്കുമ്പോഴും ക്രൂരമായിട്ടുള്ള റാഗിംഗ് നേരിടാറുണ്ട് എന്ന് അച്ഛനോട് പരിഭവം പറയാറുണ്ട്, പരാതി പറയാറുണ്ട്. അതാണ് അച്ഛൻ ഇന്ന് മാധ്യമങ്ങൾക്കായി ഫേസ്ബുക്ക് ലൈവിലൂടെ വ്യക്തമാക്കി. അച്ഛാ, ഇവിടെ ഭയങ്കര റാഗിങ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോസ്റ്റൽ വാർഡനോട് റിപ്പോർട്ട് ചെയ്തു, അവർ സീരിയസ് ആക്കി എടുക്കുന്നില്ല. അമ്മോട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അമ്മോട് സംസാരിച്ചു. അപ്പോൾ അവൾ വിളിച്ച് സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ ശേഷം ഞാൻ 21-ാം തീയതി ഉച്ചയ്ക്ക്, ഇന്ത്യൻ ടൈം ഉച്ച ടൈം സംതിങ് ടൈമിൽ വിളിച്ച് ചോദിച്ചു, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങൾ സോൾവ് ആക്കി ചോദിച്ചു. കുഴപ്പമില്ല, പ്രശ്നങ്ങൾ സോൾവ് ആക്കി, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നോർമലാണ്, എവരിത്തിങ് നോർമൽ എന്നാണ് പറഞ്ഞത്. പിന്നീട് ഈവനിങ്ങിലാണ് ഇങ്ങനെ മോള് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇവൾ ഒറ്റയ്ക്ക് ഇരുന്ന ടൈമിലാണ് ഇങ്ങനെ സൂസൈഡ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം എന്നോട് റാഗിങ്ങിൻ്റെ മിഞ്ഞാന്ന് വെള്ളിയാഴ്ച വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഇവിടെ ഭയങ്കരമായിട്ട് റാഗിങ്. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഓടി പോകുമ്പോൾ അവിടുത്തെ സീനിയർ കുട്ടിയുടെ മേത്തുനിന്ന് കൈ തട്ടി, ഷോൾഡർ തട്ടി. അതിന് ഞാൻ സോറി പറഞ്ഞില്ല. അതിന് ഭയങ്കരമായിട്ട് റാഗ് ചെയ്യുക. അതിന് അവർ അച്ഛൻ ഒരു തല്ലാൻ വരിക, മീൻസ് തല്ലണം എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. മീൻസ് മകളിനെ തല്ലണം എന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര റാഗിങ് ആണെന്ന് പറഞ്ഞു. അത് എന്നിട്ട് ഇന്ന് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ അറിയാം. ആ കുട്ടികളുടെ പേര്, റാഗ് ചെയ്ത കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഈ ഹോസ്റ്റൽ വാർഡന് അറിയാം. എല്ലാം ഹോസ്റ്റൽ വാർഡൻ അറിയാമെന്നാണ് അച്ഛൻ പറയുന്നത്. കാരണം അച്ഛൻ്റെ അടുത്ത് അവൾ പറഞ്ഞിട്ടുണ്ട് ഈ ഹോസ്റ്റൽ വാർഡനോട് സംസാരിച്ചതും റാഗിങ് നേരിട്ടതുമെല്ലാം. എന്താണെങ്കിലും അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ചൈൽഡ് ലൈനിനും പോലീസിനുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട് കുടുംബം. അതേസമയം ഈ കുടുംബത്തിന്റെ ആരോപണത്തെ സ്കൂൾ അധികൃതർ പൂർണ്ണമായിട്ട് നിഷേധിക്കുകയാണ്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയോ വീട്ടുകാരോ ഒരു പരാതി പോലും നൽകിയിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതർ, സ്കൂളിലെ പ്രിൻസിപ്പാൾ പറയുന്നത്. പ്രിൻസിപ്പൽ എന്ന നിലയ്ക്കും ചീഫ് വാർഡൻ എന്ന നിലയ്ക്കും ഈ നിമിഷം വരെ കുട്ടിയോ കുട്ടിയുടെ അച്ഛനോ കുട്ടിയുടെ അമ്മയോ ഓരോ ഫോണിലൂടെയോ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടോ ഒരു കംപ്ലൈൻറ്റ് ആർക്കില്ല. ഈ കുട്ടി എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചു? ഈ കുട്ടിയോ കുട്ടിയുടെ അച്ഛനോ കുട്ടിയുടെ അമ്മയോ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുന്ന റാഗിങ് ഞാൻ അത് ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നു. ഒരാൾ പോലും ഒരു ഫോണിലൂടെ വിളിച്ചിട്ട് ഒരു സാർ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഒരാൾ പോലും പറഞ്ഞാൽ കുട്ടി വന്നിട്ട് കുട്ടി ഇങ്ങനെ 2.5 മണിക്കൂർ സുഖമില്ല, സ്റ്റൊമക്ക് പെയിനാണെന്ന് പറഞ്ഞിട്ട് പെർമിഷൻ വാങ്ങിയിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് പോയി കുട്ടിയെ റെസ്റ്റ് ചെയ്ത് 8 മണിക്ക് നമ്മൾ ഗേൾസ് ഫുഡ് കഴിക്കാൻ. സാധാരണ ഇവരുടെ ലോകൽ താമസിക്കുന്ന എല്ലാം ഒരേ ക്ലാസ്സിലെ കുട്ടികളാണ്. ഒരു സീനിയറോ കുട്ടിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട്, അവർ നേരിട്ടിരുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നതെന്നൊക്കെ സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് കുടുംബ പ്രശ്നമായിരിക്കാം എന്നാണ് ആ പ്രിൻസിപ്പൽ വിശദീകരിക്കുന്നത്. എന്നാൽ ഈ കുട്ടി അധികം ആരോടും ഇടപഴകാത്ത ആളായിരുന്നു എന്നാണ് ആ സ്കൂൾ അധികൃതർ പറയുന്നത്. അത്തരത്തിലൊരു നേച്ചറുള്ള കുട്ടിയാണ് രുദ്ര എന്നും അതുകൊണ്ട് തന്നെ ഒരു നിഗൂഢത അവർ ബാക്കി വയ്ക്കുന്നു സ്കൂൾ പ്രിൻസിപ്പൽ. കുറച്ച് കുട്ടി ഫോൺ ചെയ്യുമ്പോൾ കരയിലും ഫാമിലി പ്രശ്നങ്ങൾ എന്തൊക്കെയോ ഉണ്ട്. അതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. അതുപോലെ അവരുടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഫാമിലി ഉണ്ട്. അത് കുട്ടി ഫോൺ ചെയ്യുമ്പോൾ അവരുടെ CA ചോദിക്കുന്നുണ്ട്. കുട്ടികൾ പറഞ്ഞു
കുട്ടികളായിട്ട് അത്ര മിങ്കിൾ ചെയ്യുന്ന കുട്ടിയാണ് ഇവിടെ ഈ വർഷമാണ് വന്നത്. അതെ +1. എന്തായാലും കുടുംബം പരാതിയുമായി രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ അവിടെ ഒരു അന്വേഷണം വിശദമായി നടക്കേണ്ടതുണ്ട്. സ്കൂളിലെത്തി പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്യും. മരിച്ച രുദ്രയുടെ സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും പോലീസ് സംഘം മൊഴി രേഖപ്പെടുത്തും. പാലക്കാട് ടൗൺ നോർത്ത് പോലീസാണ് ഈ അന്വേഷണം നടത്തുന്നത്. പോളണ്ടിലാണ് പിതാവ് ജോലി ചെയ്യുന്നത്. പോളണ്ടിലുള്ള പിതാവ് നാട്ടിലെത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടി സ്വീകരിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് രുദ്ര 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അവളുടെ മരണം കാരണം അതെന്തുമാവട്ടെ, റാഗിംഗ് ആണെങ്കിൽ അതിൽ നടപടി ഉണ്ടാകണം. അതിനി ഒരു ജീവൻ പോലും ഒരിക്കലും നഷ്ടമാകുന്ന വിധത്തിൽ ആവർത്തിക്കപ്പെടുകയും ചെയ്യും. വിവാഹം കഴിഞ്ഞ നവവധുവും വരനും സന്തോഷമായി ജീവിക്കുകയാണ്. വിദേശത്തേക്കൊക്കെ പോകാൻ തയ്യാറെടുത്തിരുന്നതാണ്. പക്ഷെ വളരെ പെട്ടെന്ന് 2 മാസം മുമ്പ് നടന്ന വിവാഹത്തിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം ഇതാ ഭാര്യയെ വെടിവെച്ചു കൊല്ലുന്നു. എന്നിട്ട് ഭർത്താവ് സ്വയം ജീവനെടുക്കുന്നു. എന്താണ് സംഭവിച്ചത് നോക്കാം ഇടവേളയ്ക്ക് ശേഷം. തുടരുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് 2 മാസം ഭാര്യയെ വെടിവെച്ച് കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കി. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഈ സംഭവം നടക്കുന്നത്. ഗുജറാത്ത് മാരിടൈം ബോർഡ് ഉദ്യോഗസ്ഥനായിട്ടുള്ള യശ് രാജ് സിംഗ്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ രാജേശ്വരി ഗോഹിൽ, ഈ 2 പേരുമാണ് മരിക്കുന്നത്. കുടുംബ വഴക്കാണ് ഈ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. ലൈസൻസ് ഉള്ള റിവോൾവർ ഉപയോഗിച്ചായിരുന്നു യശ് രാജ് ഭാര്യയ്ക്ക് നേരെ വെടിയുതിർത്തത്. ആ കൊലപാതകത്തിന് ശേഷം ഇയാൾ തന്നെ ആംബുലൻസിനെ വിളിക്കുകയാണ്. ഈ ആംബുലൻസ് സംഘം പറന്നെത്തി. മെഡിക്കൽ സംഘം എത്തിയപ്പോഴേക്കും പക്ഷേ ഭാര്യ രാജേശ്വരി അവരുടെ മരണം സംഭവിച്ചു. മരണവിവരം സ്ഥിരീകരിച്ച് ആംബുലൻസ് സംഘം മടങ്ങുന്ന തൊട്ടു പിന്നാലെ മറ്റൊരു മുറിയിൽ പോയി യശ് രാജും സ്വയം വെടിവെച്ച് ജീവനൊടുക്കി. മുൻ ഗുജറാത്ത് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ MP-യുമായിട്ടുള്ള ശക്തി സിംഗ് ഗോഹിലിന്റെ സഹോദരപുത്രനാണ് ഈ മരിച്ച യശ് രാജ്. തോക്ക് കൈകാര്യം ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ വെടിപൊട്ടിയതാകാമെന്നുള്ള സാധ്യതയാണ് പക്ഷെ കുടുംബാംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അവർ പറയുന്നതിന് ചില കാര്യങ്ങളുണ്ട്. അത്രമാത്രം സ്നേഹത്തിലായിരുന്നു ആ ഭാര്യയും ഭർത്താവും എന്നാണ് ഇവർ കണ്ടതെല്ലാം. എന്നാൽ അവരുടെ ഉള്ളിലുള്ളിൽ നടന്നത് എന്താണെന്ന് വ്യക്തതയില്ല എങ്കിൽ പോലും പുറംമോടിയിൽ അവർ അടുത്ത സ്നേഹിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു. അപ്പം എന്ത് പറയുന്നു കേൾക്കാം. दुखद बात है, हमारे परिवार के लिए भी दुखद है, शक्ति सिंह जी के परिवार के लिए भी बहुत बड़ा धक्का पहुंचा है, दुखद घटना है। जिस तरीके से पूरी वारदात में ये नौजवान है, इसको कोई व्यसन नहीं था। मैरीटाइम बोर्ड में अभी थोड़े वक्त पहले ही इसने डिपार्टमेंटल एग्ज़ाम देकर प्रमोशन प्राप्त किया था और थोड़े टाइम के बाद इसका पत्नी का पासपोर्ट जो रिन्यूअल के लिए था तो वो सब प्रोसीजर ख़त्म करके वो विदेश भी घूमने जाना बने दंपति बहुत खुश थे अपने जीवन में। मैं मानता हूँ ये बहुत दुखद क्षण है. വളരെ സന്തോഷവാനും സന്തോഷവതിയുമായിരുന്നു രാജേശ്വരിയും ഭർത്താവ് യശ് രാജും എന്നാണ് കുടുംബാംഗങ്ങളെല്ലാം ആവർത്തിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിൽ ചില കാര്യങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട്. ദിവസങ്ങൾ മുമ്പ് മാത്രമാണ് ഇയാൾക്ക്, അതായത് യശ് രാജിന് ജോലിയിൽ പ്രമോഷൻ കിട്ടിയതിൻ്റെ അതിൻ്റെ സന്തോഷം ആ കുടുംബം പങ്കുവെച്ചതാണ്. ഇനി അതുമാത്രമല്ല, ഈ 2 പേരും ഭാര്യയും ഭർത്താവും ചേർന്നുള്ള ഒരു വിദേശ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ. അതിനുവേണ്ടി രാജേശ്വരിയുടെ പാസ്പോർട്ട് പുതുക്കിയതും ഏതാനും ദിവസങ്ങൾ മുമ്പാണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ജീവനൊടുക്കാനുള്ള സാഹചര്യം എന്താണ് എന്നാണ് ഇക്കാരണങ്ങൾക്ക് നിരത്തിക്കൊണ്ട് ആ കുടുംബം ചോദിക്കുന്നത്. തണലും തോക്കിൻ്റെ ലൈസൻസ് രേഖകൾ, ആംബുലൻസിലേക്ക് വിളിച്ച ഫോൺ റെക്കോർഡുകൾ എന്നിവയെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ മൊഴി കൂടി ഇതിൽ രേഖപ്പെടുത്തും.
അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ വ്യക്തത വരും എന്നുള്ള നിഗമനത്തിലാണ് പോലീസ്. കൂട്ടുകാരനെ വെടിവെച്ചു കൊന്നു. കൊലപാതകം അത് അർദ്ധരാത്രിയിൽ. രണ്ടുപേരും തമ്മിൽ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നുവെന്ന പോലീസ്. ജാർഖണ്ഡിലെ ധൻബാദിലാണ് ഈ സംഭവം. പുട്കി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. അജയ് സിംഗ് എന്ന മധ്യവയസ്കനാണ് അത്തരത്തിൽ കൂട്ടുകാരന്റെ വെടിയേറ്റ് മരിക്കുന്നത്. കൊന്നത് അജയ് സിംഗിന്റെ സുഹൃത്ത് ടിറ്റു സിംഗ്. രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു എന്നാണ് അവിടെയുള്ള നാട്ടുകാരും ഈ പോലീസും ഒക്കെ പറയുന്നത്. പക്ഷേ കുറച്ച് മാസങ്ങളായി രണ്ടുപേർക്കും ഇടയിൽ ചില ഭിന്നതകൾ ഉണ്ടായിരുന്നു, ചില തർക്കങ്ങൾ നിലനിന്നിരുന്നുവെന്ന് പോലീസ് പറയുന്നു. पुरानी दुश्मनी नहीं थी, देखो पहले इन लोग अच्छे दोस्त हुआ करते थे. 2-4 महीना से इन लोग कभी रंजिश बढ़ गई थी, इसकी वजह से. ഈ രണ്ടുപേരും തമ്മിൽ രാത്രി 12 കൂടിയാണ് തർക്കം തുടങ്ങുന്നത്. ആ സമയം ഈ ടിറ്റു സിംഗിന്റെ മകൻ അവിടേക്ക് എത്തുകയാണ്. ഈ ടിറ്റു സിംഗിന്റെ മകൻ എന്ത് ചെയ്തു? അയാളുടെ കയ്യിൽ ഒരു പിസ്റ്റൾ ഉണ്ടായിരുന്നു. ആ പിസ്റ്റൾ എടുത്ത് ടിറ്റു സിംഗിന് കൈമാറുന്നു. അതോടുകൂടിയാണ് പ്രശ്നം കൈവിട്ടു പോകുന്നത്. പിസ്റ്റൾ വാങ്ങിയ ഈ ടിറ്റു സിംഗ് കൂട്ടുകാരന് നേരെ വെടിയുതിർത്തു. അങ്ങനെയാണ് അച്ഛന്റെ മരണം സംഭവിച്ചതെന്ന് അജയ് സിംഗിന്റെ മകൻ അവിനാഷ് കുമാർ. पापा गए पहले उधर, तो मतलब कि पापा से लड़ाई झगड़ा करने लगा टिटू सिंह. उसके बाद हम गए इधर से, तो फिर हमसे लड़ने लगा. फिर उसका बेटा आया, गन निकाल के दे दिया उसको. ഈ വെടിയേറ്റ ഉടൻ തന്നെ ആകാശ് സിംഗിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണ്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരുന്നു. എന്താണെങ്കിലും കൂട്ടുകാരനെ കൊന്ന ആ ടിറ്റു സിംഗിനായുള്ള അന്വേഷണം ഊർജിതമാണ്. ഇപ്പോഴും അയാൾ ഒളിവിലാണ്. എവിടെയെന്നുള്ളതിൽ വ്യക്തത ആയിട്ടില്ല പോലീസിന്. ന്റെ സമയോടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം 20-ാം മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.